ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ രണ്ടാം ഓണം ദിവസത്തിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കടലയും കട്ടനുമാണ് കേട്ടോ. അപ്പോൾ അമ്മേന് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നീനായിരുന്നു സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പുട്ട്, കടലക്കറി, കട്ടൻ ഇത് കഴിച്ചിട്ട് ഒരുപാട് ജോലിയുണ്ട് ഗൈസ്. അപ്പോൾ ഗായ്സ്, തിരുവോണമൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കണോ. അപ്പോൾ ഞങ്ങളും വലിയ രീതിയിലായിട്ടൊന്നുമല്ല, നമ്മളിന്ന് ഈ പ്രാവശ്യം ഒരിടത്തും പോയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമാണ് സാമ്പ്രാണിക്കൊടി ഐലാൻഡിൽ പോയത്. ഇപ്രാവശ്യം അങ്ങനെ പോയി, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ഉച്ചത്തെ ഫുഡിന് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെക്കാനുള്ള വെജിറ്റബിൾസൊക്കെ ഇവിടെ കടയിൽ കൊണ്ടുപോയിട്ടുള്ള ബാക്കിയാണ് കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിയാക്കില്ല ഗൈസ്. വെക്കാനുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഫ്രിഡ്ജിൽ. അപ്പോൾ ഫാൻ ഇട്ട് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. ഇത് എക്സ്ട്രാ മേടിച്ചിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കാം. പിന്നെ ബീട്രൂട്ട് കിടപ്പുണ്ട്, ബീട്രൂട്ട് എടുത്ത് ഒരു തോരൻ വയ്ക്കാം. ക്യാരറ്റ് കിടപ്പുണ്ട്, ക്യാരറ്റ് ഒരു മെഴുക്കുരുട്ടി വയ്ക്കാം. പിന്നെ ഇന്നലെ വെച്ച നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാർ തീർന്നു ഗൈസ്. പിന്നെ വേറെ പഴയ കറികളൊന്നുമില്ല. എല്ലാം അപ്പോഴത്തേക്ക് കഴിക്കാനുള്ള എക്സ്ട്രാ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു, കൂടുതലൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം വെക്കാം കേട്ടോ. പിന്നെ ഒരു മീൻകറി വെക്കണം, പപ്പടം പൊരിക്കണം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ രണ്ടാമത്തെ ഓണം കേട്ടോ. അതായത് ഫുഡിന് ഭയങ്കര ഒരു ഇതൊന്നുമില്ല. അപ്പോൾ എന്ന് ഞങ്ങൾ പച്ചക്കറി കൂടുതൽ വെക്കാറുള്ളതുകൊണ്ട് അത് വലിയൊരു പ്രത്യേകതയൊന്നുമില്ല. പിന്നെ 1-2 കറികളുടെ എക്സ്ട്രാ വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മലക്കറി കണ്ടില്ലേ. ഇതിൽ നിന്ന് എടുത്ത് കുറച്ച് കട്ട് ചെയ്യാം. ഒരു തട്ടിക്കൂട്ട് സാമ്പാറിനുള്ള മലക്കറി എല്ലാം കട്ട് ചെയ്യാം. പിന്നെ ഒരു മെഴുക്കുവരട്ടിക്കുള്ള ഇത് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഒരു തോരൻ വെക്കണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യട്ടെ ഗൈസ്, മലക്കറി എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ തട്ടിക്കൂട്ട് സാമ്പാറിനുള്ള മലക്കറികൾ. അപ്പം ഞാൻ ആവശ്യത്തിന് എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് ചേമ്പാണ് കേട്ടോ. പക്ഷെ ഒരു ചെറിയ തട്ടിക്കൂട്ട് സാമ്പാറിന് ഒരുപാട് മലക്കറിയൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എടുത്തു വന്നപ്പോൾ ഒരു ചെറിയ പ്ലേറ്റ് നിറഞ്ഞു കേട്ടോ. കൊച്ചുള്ളി 4-5 കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. വലുതാണ് കേട്ടോ കൊച്ചുള്ളി, വലിയ കൊച്ചുള്ളിയാണ്. മീൻ കൊണ്ടുവന്ന അളിയാ. ഗൈസ്, മീനു വന്നിട്ടുണ്ട് കടയിൽ പോയിട്ട്. അപ്പം ഞാൻ അത് തുറന്നിട്ട് വരട്ടെ. മീൻ കിട്ടിയ ഒരിലുണ്ടായിരുന്നോ? ഞങ്ങളെ വീട്ടിലുള്ള അച്ഛനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും എനിക്കാണെങ്കിലും നീനയ്ക്കാണെങ്കിലും വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ കൂടുതൽ വെജിറ്റബിൾസാണ് കൂടുതൽ വെക്കാറ്. സാമ്പാർ കൂടുതൽ വെക്കാറുണ്ട് കേട്ടോ. അതായത് എല്ലാ മലക്കറിയൊന്നും ഇടില്ല. 2-3 വെണ്ടയ്ക്ക, 1-2 ചീനിയം വരയ്ക്ക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാമെന്നും പറഞ്ഞ് എടുത്ത ഞാനാണ്. ഈ മലക്കറി എല്ലാം കിടക്കണുണ്ടപ്പോൾ, ഒരുമിച്ച് കിടക്കണുണ്ടപ്പോൾ ഞാൻ എല്ലാം കൂടെ എടുത്ത് തൂക്കി പരത്തി വെച്ച് വലിയൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, ഗൈസ്, ഇനി മലക്കറി എല്ലാം അരിഞ്ഞതിന് ശേഷം കാണാം. എൻ്റെ കണ്ണ് വയ്ക്കേണ്ടതിൻ്റെ പരിപ്പിൽ കൊച്ചുള്ളി, പിന്നെ തൊണ്ടമുളക്, ചീനി അമരയ്ക്ക എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴുകിയെടുക്കണം. പിന്നെ ഇതുപോലെ സാമ്പാറിനുള്ളൊരു തട്ടിക്കൂട്ട് മലക്കറി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ക്യാരറ്റ് മെഴുക്കുരട്ടിക്കും പിന്നെ ബീട്രൂട്ട് തോരത്തിനുള്ളതെല്ലാം സെറ്റ് ഇനി ഇതെല്ലാം വെച്ച് റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ ഓണമാണ് കേട്ടോ. അതായത് തിരുവോണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഓണമാണ്. ഇതാ ചോറ്, ബാക്കി കറികൾ പോരും, ബാക്കി കറികൾ കാണാം ഗൈസ്. ഇത് ഉണക്ക മീൻ കറി, ഇത് എന്താ ക്യാരറ്റ് മെഴുക്കുരട്ടി അല്ലേ, കളയാതെ ക്യാരറ്റ് മെഴുക്കുരട്ടി, ബീട്രൂട്ട് തോരൻ, ഇതൊരു തട്ടിക്കൂട്ട് ചമ്മന്തി, ഇന്നലെ അച്ചാറ്, നാരങ്ങ അച്ചാറ് കേട്ടോ. മാങ്ങ അച്ചാറൊക്കെ തീർന്നായിരുന്നു, ഇന്നലത്തേക്ക് മാത്രമേ വെച്ചുള്ളായിരുന്നു. നാരങ്ങ അച്ചാറ്, അവിയൽ, പപ്പടമുണ്ട്. പപ്പടം, ഉണക്കമീൻ വെച്ചായിട്ട് ഗൈസ്, മീൻ കിട്ടിയില്ലായിരുന്നു, അങ്ങനെ ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ട്. ചാള, പപ്പടം, ഇത് ഉണക്കമീൻ കറി, അച്ഛൻ്റെ ഫേവറേറ്റ് ആണല്ലേ ഈ ഉണക്കമീൻ. പിന്നെ വെള്ളം, ഇത് കുറച്ച് നേരം നമുക്ക് വെച്ചിട്ട് കഴിക്കാം. ഉണക്കമീൻ കറി, വെള്ളം. ഇതാണ് ഗൈസ് രണ്ടാം ഓണത്തിൻ്റെ ഞങ്ങളുടെ ഫുഡ്. ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു 3 മണി. ആ, സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, പറയുമ്പോൾ ശരി, എനിക്ക് മറന്നുപോയി. സാമ്പാർ വെച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലത്തെയും കാട്ടിയുള്ള കറികൾ ഇന്ന് കൂടുതലാണെന്നാണ് തോന്നുന്നത്. സാമ്പാർ പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് എപ്പോഴാണെങ്കിലും വെക്കാം, എന്ത് കറി വേണമെങ്കിലും വെക്കാം. ഇന്നലെ അച്ചാർ വെച്ച് തീർന്നായിരുന്നു, അപ്പം പിന്നെ പാക്കറ്റ് മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. മതിയല്ലോ. ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കണം ഗൈസ്. വെള്ളം, ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മീനിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്. അമ്മ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി എൻ്റെ ഫുഡ് കഴിക്കും ഗൈസ്. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ്. കണ്ട് ഇത്രയും കറിയുമുണ്ട്. ഇത് കടയിലത്തെ വെജിറ്റബിൾസ് ആയിട്ട് ബാക്കി വന്ന വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫാനൊക്കെ ഇട്ട് അവിടെ ഇട്ടിരിക്കുന്നതാണ്.
ഇത് രണ്ടാം ഓണത്തിനൊന്നും നമ്മൾ വീട്ടിൽ ചായക്ക് കഴിക്കാൻ പറ്റുന്ന പലഹാരങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പം നമുക്കേ ആ ഇലയപ്പം പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇലയപ്പം മോഡൽ അല്ലാതെ ഉണ്ട അതുണ്ടാക്കാമോ? ഇപ്പം ചോറ് കഴിച്ചാലേ ഉള്ളൂ. ഇപ്പൊ കഴിക്കാനല്ലേ, രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോ കഴിച്ചത്. ഇപ്പൊ ഉണ്ടാക്കിയാലേ 8 മണിക്കെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കാം. ശരി, ഉണ്ടാക്കാം. ശർക്കരയൊക്കെ ഇരിപ്പുണ്ടോ? ഉണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം. അമ്മ ശർക്കര അരിയാണ്. ഗൈസ് തൻ്റെ അമ്മത മാവെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് മൈദ മാവാണ് കേട്ടോ, മൈദ മാവ്. പിന്നെ ഇതുപോലെ ശർക്കരയും തേങ്ങയും കൂടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അമ്മ ഇത് ഏലക്കയും പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി അമ്മ എല്ലാം കൂടെ സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിശക്കണം ഗൈസ്. അപ്പോൾ അമ്മ എല്ലാം തൻ്റെ മാവെല്ലാം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്. നീനുവിന് ഇന്ന് എന്തോ വീഡിയോയിൽ വരാൻ പറ്റിയൊരു മൂഡാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവളങ്ങനെ വരില്ല വീഡിയോയിലൊന്നും. അപ്പോൾ ഗൈസ് ഇത് എത്ര നേരം എടുക്കും മാവിൽ വേവാൻ? ഒരു 10 മിനിറ്റ്സ്. 10 മിനിറ്റ് എന്നുള്ള കള്ളം പറഞ്ഞതാണ് കേട്ടോ. മാറി കുറച്ച് നീങ്ങി നിൽക്കുന്ന ഇത് ലൈറ്റ്. അപ്പോൾ ഗൈസ് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ പരത്തി എടുക്കുകയാണ്. ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തുന്നത്. ഗൈസ് അമ്മ ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അമ്മ എനിക്ക് കുറച്ച് തേങ്ങയും പിന്നെ അതുപോലെ ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് തന്നായിരുന്നു. അപ്പം ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കഴിച്ചാൽ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അമ്മ തൻ്റെ മാവെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഉണ്ട ഉരുട്ടി അതിനകത്ത് മാവ്, അതായത് എന്തോന്ന്, തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഉണ്ട ഫില്ല് ചെയ്തിട്ട് അത് ആവിയിലിട്ട് വേവിച്ചെടുക്കണം. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ 4 പേർക്കും ഈ മധുരത്തിനോട് അത്ര പ്രിയമില്ല. പക്ഷേ ഈ ഒരു സാധനം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴേക്കും നമുക്ക് കൊതി വന്നാൽ കഴിക്കണം എന്നുള്ള ഒരു സാധനമാണ് കേട്ടോ. കഴിക്കാൻ തോന്നുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് അമ്മയുടെ അടുത്തോട്ട് പോകാം. വരും. അപ്പോൾ ഗൈസ് അമ്മ അതിനകത്ത് ഫില്ല് ചെയ്തെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലോട്ട് ഈ 4 എണ്ണം അമ്മ അതാണ്ട് അതിലോട്ടായിട്ട് എണ്ണയൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അതിലോട്ട് അമ്മ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഗൈസ്. 2 3 4. അപ്പൊ ഇനി കൊണ്ട് വേവിച്ചതിന് ശേഷം കാണാം. ഉണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി അപ്പൊ ഗൈസ് ഞങ്ങള് ആവിയിലുണ്ടാക്കിയ ഉണ്ട വേവിച്ചു അത് കഴിക്കാൻ പോവുകയാണ്. അത് ഞാൻ കാണിച്ചില്ല എങ്ങനെയാണെന്നുണ്ട്. കഴിക്കുന്നതെല്ലാം ഗൈസ് തന്നെ കാണിച്ചു. ഇതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആവിയിലുണ്ടാക്കിയ ഉണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശർക്കരയും തേങ്ങയും അതുപോലെ തന്നെ ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ചൂടോടെ കഴിച്ചപ്പോൾ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കണ്ടത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടാക്കി തന്നതിന് അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഗൈസ്. അതായത് ഞങ്ങൾക്ക് 4 പേർക്കും നല്ല ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കേട്ടോ.
മധുരം അത്ര പ്രിയം അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിശേഷ ദിവസങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചൂടാണ് ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, വീട്ടിൽ തന്നെയാണ് ഈ 2 ഓണവും. പിന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ചൂട് കുറഞ്ഞ് കഴിക്കുമ്പോൾ അത്ര പോലെ ടേസ്റ്റ്. കടയിലൊക്കെ പോവാത്ത ദിവസങ്ങളാണ് ഇതുപോലെയൊക്കെ അല്ലേ നമ്മൾ 3 പേരും ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യും, നമ്മളെ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാത്ത സമയം കടയിലൊക്കെ പോകും, സാധനങ്ങൾ മേടിക്കാൻ പോകും. ഒരുമിച്ച് കാണുന്ന രാത്രി കിടക്കാൻ മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ. അതായത് ഒരുമിച്ച് ഉണ്ടായിരിക്കുന്നത് രാത്രി ഒരു 11:30 ശേഷം വീട്ടിൽ വന്നിട്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് 2 മണിയൊക്കെ ആകുമ്പോൾ കിടക്കും. രാവിലെ വീണ്ടും കടയിലൊക്കെ പോകും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ രാത്രി ഞങ്ങൾ ഒരു 11 മണിക്ക് ശേഷമൊക്കെ ഇനി ചോറൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അതായത് ഇപ്പം ഓണം അടുപ്പിച്ച്, അതായത് ഈ 2 ദിവസം കൊണ്ട് നമ്മൾ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചോറാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ രാത്രി ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നത്. ചപ്പാത്തിയിൽ പുട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടാറ്റാ.